കൊല്ലം മൺട്രോ തുരുത്തിൽ മനുഷ്യന്റെ തലയോട്ടി കണ്ടെത്തി. സമീപവാസികൾക്ക് വീശുവലയിൽ നിന്നാണ് തലയോട്ടി ലഭിച്ചത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് കിഴക്കേ കല്ലട പോലീസ്. ഈ വാർത്തയുടെ വിവരങ്ങളും മനോജ് നൽകും. മനോജെ, ഈ തലയോട്ടി കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ നിലവിൽ പ്രത്യേകിച്ച് സൂചനകളൊന്നും ലഭിക്കില്ല. പുരുഷൻ്റേതാണോ സ്ത്രീയുടേതാണോ ഒരു വിവരങ്ങളും നിലവിൽ ലഭിക്കില്ല. പക്ഷേ ഫോറൻസിക് ഉദ്യോഗസ്ഥരൊക്കെ അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? പരിശോധന ആരംഭിച്ചു? കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് ഈ മൺട്രോ തുരുത്ത് പേഴുംതുരുത്ത് ഇടച്ചാൽ പാലത്തിന് സമീപത്ത് നിന്ന് ഇത്തരത്തിലൊരു തലയോട്ടി കണ്ടെത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും സുഹൃത്തുക്കളും ഒക്കെയാണ് ആദ്യം ഇത് കാണുന്നത്. ചെളിയിൽ പുതഞ്ഞ നിലയിലായിരുന്നു. പിന്നീട് അത് കണ്ടപ്പോൾ തലയോട്ടിയാണെന്ന് മനസ്സിലായി. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ഇതിൽ കിഴക്കേ കല്ലട പോലീസ് സ്ഥലത്തെത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. ഈ തലയോട്ടി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് മാറ്റും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ എത്ര ദിവസം പഴക്കമുള്ള ആളുടെ ഈ മൃതദേഹത്തിൻ്റെ ആണ്, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഇവരുടെ പ്രായം സംബന്ധിച്ച വിവരങ്ങളടക്കം ലഭിക്കുകയുള്ളൂ. എന്തായാലും അപ്രതീക്ഷിതമായാണ് ഈ കായലിൻ്റെ തീരത്ത് നിന്ന് ഇത്തരത്തിലൊരു മനുഷ്യൻ്റെ തലയോട്ടി ലഭിക്കുന്നത്. ഇത് കണ്ട് ആളുകളും പേടിച്ചുപോയി. കാരണം ഒരു മനുഷ്യൻ്റെ തലയോട്ടിയാണ് മുന്നിൽ കിടക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിവിടെ വന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സൂചന പോലുമില്ല. വേലിയേറ്റത്തിൽ ഇത് കരക്കടിഞ്ഞതാകാം എന്നുള്ളതാണ് പ്രാഥമികമായി ഉള്ള ഒരു നിഗമനം. എന്തായാലും പോലീസും അതോടൊപ്പം തന്നെ ഫോറൻസിക് സംഘവും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ മറ്റു കാര്യങ്ങളിലേക്ക് പോലീസിന് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ പഴക്കം സംബന്ധിച്ച് വിവരം ലഭിച്ചാൽ ആ സമയത്ത് മിസ്സിംഗ് ആയ ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണം, അതോടൊപ്പം തന്നെ DNA പരിശോധന തുടങ്ങിയ അന്വേഷണങ്ങൾ നടക്കുകയുള്ളൂ. എന്തായാലും ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് കായലിൽ സ്വാഭാവികമായും ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തവരുണ്ടാവാം, അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ദുരൂഹത ഉള്ള ഒരു കാര്യമുണ്ടാകാം, അതോടൊപ്പം തന്നെ അപകടങ്ങളിൽപ്പെട്ടവരുടെയോ കാണാതായവരുടെയൊക്കെ ഉണ്ടാകാം. എന്തായാലും ആരുടേതാണ് ഈ തലയോട്ടി എന്നതിനെ പറ്റി ഒരു സൂചന പോലും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. കൂടുതൽ പരിശോധനകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ശരി മനോജ് സൂചിപ്പിച്ചതുപോലെ ഈ തലയോട്ടി നിലവിൽ ആരുടേതാണ് എന്നുള്ള കാര്യം കണ്ടെത്തുക എളുപ്പമല്ല. ഫോറൻസിക് സംഘം ഇനി വിശദമായ പരിശോധന നടത്തണം. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾ ഇതിൽ നടക്കണമെങ്കിൽ മാത്രമേ ഏത് പ്രായത്തിൽ ഉള്ള ആളുടെ തലയോട്ടിയാണ് എന്നുള്ളത് കണ്ടെത്താൻ കഴിയുള്ളൂ. അതുവഴി എത്ര നാൾ മുൻപുള്ള തലയോട്ടിയാണ് ഇത് എന്ന് കണ്ടെത്തിയാൽ, ഈ തലയോട്ടിക്ക് എത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളത് കണ്ടെത്തിയാൽ ആ സമയത്ത് കാണാതായ ആളുകളുടെ ലിസ്റ്റ് പരിശോധിച്ച് ഒരു പക്ഷേ ഇത് ആരുടേതാണ് എന്ന് കണ്ടെത്താൻ കഴിയുമായിരിക്കും. എന്തായാലും അത് എളുപ്പമുള്ള കാര്യമല്ല. എന്തായാലും വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു മനോജ്.